ഹലോ, Afisnotebookൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ആഷിഫ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസിൻ്റെ ഇതും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. എന്നിട്ട് തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. ലഞ്ച് പ്രിപ്പറേഷനിൽ നിന്ന് തന്നെ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. 2 സവാളയും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ബീഫ് ലോലിപോപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെണ്ടക്കായ തോരൻ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ബീഫ് കറി വെറും ചോറും കൂടെ കഴിക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി കുറച്ച് നേരം ഇടാണ്. എന്നിട്ട് കഴുകിയിട്ട് അരിയുള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ടുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഞാൻ രാവിലത്തതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വീഡിയോ എടുക്കാമെന്ന് പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഉച്ചക്കലത്തെ കാര്യങ്ങൾ മാത്രം, അതും കറി ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഐഷ അവിടെ ഇത്തിരി കരച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കി. ബീഫ് കറി ഉണ്ടാക്കാനുള്ള സവാള വാട്ടി കുറച്ചായപ്പോൾ തൊട്ടിട്ട് പിന്നെ പണി ഉമ്മാക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ പോയി. ബീഫ് കറിയിലേക്കുള്ള മസാല വാട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് കറിയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് പിന്നെ വെണ്ടക്കായ തോരൻ ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ കറി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് കറിയിൽ നിന്ന് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് മാറ്റാണ് ബീഫ് ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബീഫും അതോടൊപ്പം ഒരു കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പീസ് മാത്രം നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ ആണെങ്കിലും ഇതുപോലെ ഒന്നുകിൽ നമുക്ക് ഇതിനായിട്ട് വേവിക്കാം, അതല്ലെങ്കിൽ കറിയിൽ നിന്ന് ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ലോലിപോപ്പ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ. കുട്ടികൾക്കായാലും അതിങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. അതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം പീസുകൾ ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡറിൽ ഒന്ന് അടിച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആക്കണം. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ മാറ്റി വെച്ച മസാല ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ വാട്ടിക്കൊണ്ടിരുന്നിരുന്ന ഉള്ളി സംഭവങ്ങൾ അതിൽ നിന്നാണ് മാറ്റി വെച്ചെങ്കിലും കൂടിയിട്ട് ഇതിൽ ഒന്നും കൂടെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പൊടികൾ, അതായത് ഗരം മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് വാട്ടാനുണ്ട്. നേരത്തെ നമ്മൾ ഇത് മാറ്റിയത് പൊടികൾ ഇടുന്നതിനെക്കാട്ടി മുൻപാണ് ഈ ഒരു മസാല എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്പൈസസൊക്കെ നമുക്ക് വേണ്ട വിധം കുറേശ്ശെ ഈ ഒരു മസാലയിൽ ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അതൊക്കെ ഓപ്ഷണലാണ്. അതുപോലെ ജീരകം പൊടിച്ചത്, പെരുംജീരകം പൊടിച്ചത് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപാണ് ഞാൻ ഈ പരിപാടികൾക്കൊക്കെ നിൽക്കുന്നത്. കാരണം ഇത് കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് ആ കഴിക്കണം എന്ന് വിചാരിക്കണ നേരത്തേക്ക് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് എല്ലാം കൂടി ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒരു ബൗളെടുത്തിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ബീഫും ഉരുളക്കിഴങ്ങൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കറിയിൽ അത് ഉണ്ടായ കാരണം ഞാനത് എടുത്തതാണ്. അത് ജസ്റ്റ് ഒരു ബൗളിലിട്ടിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക.
ഇത് നമ്മൾ ബോൾസാക്കിയിട്ട് നമ്മൾ ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ ബോൾസാക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്യുക, കുറച്ച് നേരം ഫ്രീസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പൊരിക്കുകയും ചെയ്യുക. പിന്നെ ഇത്തരം സ്നാക്സിൽക്കൊക്കെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില. അപ്പോൾ ഇത് ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന മല്ലിയിലയാണ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അയാൻ സ്കൂളിൽ പോയവർക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കുന്ന പരിപാടിയിലാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആഷിഫ് പറയണത് നമുക്ക് ട്രിപ്പ് പോവാം, മൂന്നാർ എങ്ങനെ പോവാമെന്നൊക്കെ. ട്രിപ്പ് പോണതിൻ്റെ മുൻപത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ, ട്രിപ്പ് പോണതിൻ്റെ മുൻപ് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്നായ കാരണം, അതായത് ഇന്നത്തെ ദിവസം പറയാണ് നാളെ പോവാന്നുള്ളത്. അപ്പോൾ ആകെ തിക്കുന്നവർക്ക് ഒന്നും റെഡിയാക്കിയിട്ടൊന്നുമില്ല, പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അത് കാരണം അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഞാൻ ബോൾസാക്കി വെച്ചായിരുന്നു. അപ്പോൾ ആ പരിപാടി, ചോറ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ആയ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിന്ന് ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് അതിൽ ഡിപ്പ് ചെയ്തിട്ട്, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി അത് കുഴച്ചതിൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി അത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ വല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടി വരില്ല, കാരണം ബീഫ് ഒക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവർ വന്നപ്പോൾ ആ ടൈമിൽ ചായയുടെ കൂടെ ഇത് സെർവ് ചെയ്തു. ഇതിപ്പോൾ ബീഫ് ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഏതും ഉണ്ടാക്കാം. ഇപ്പോൾ ഇനിയിപ്പോൾ കറി ബാക്കി വന്നപ്പോൾ അതിൽ പീസുകൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. ഞാൻ ചിക്കൻ്റെ ചെയ്തതാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത്. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ ആണത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാറുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലോലിപോപ്പിനെ പോലെ തോന്നിക്കാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എന്തായാലും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാതെ പറ്റില്ല. ഡ്രസ്സ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അയാനൂന് ജീൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ക്രൈയിൽ കയറി. ഫസ്റ്റ് ക്രൈയിൽ അവർ ഈ ഷോപ്പ് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലോണം ഓഫറിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒന്നും കിട്ടിയില്ല, ഒക്കെ തിരിവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് നേരെ ബ്യൂട്ടി സിൽക്സിലേക്ക് തന്നെ പോയി ചെയ്യേണ്ട ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഹെവി ഷോപ്പിംഗ് ആയിരുന്നു. അതുവഴി 2 ഗ്ലാസ്സാണ് ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ഉമ്മാക്കൊക്കെ ഡ്രസ്സ് എടുത്തു, എനിക്കെടുത്തു. അതേപോലെ അയാൾക്ക് പാൻ്റ് എടുത്തു, ഐഷാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെടുത്തത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം, ട്രിപ്പിന് പോയിട്ടുള്ള വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് ആഷിഫ് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ബെഡ്ഷീറ്റ് ഒരു 3 ടൈപ്പ് കൊണ്ടുവന്നിരുന്നു. കോട്ടൺ പിന്നെ മിക്സാണത്, എന്നാലും കുഴപ്പമില്ല. ഇത് ഷാർജ റോള സ്ക്വയറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അത് മീറ്ററിന് 4 ദിറംസായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ പില്ലോ കവറൊക്കെ നമ്മൾ വെട്ടി ഇതിൽ നിന്ന് തന്നെ തയ്ക്കണം. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ബെഡ്ഷീറ്റൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കറക്റ്റ് സൈസിന് കിട്ടും. ഇപ്പോൾ എല്ലാ ബെഡും ഒരേ സൈസ് ആവണമെന്നില്ലല്ലോ. ഇപ്പോൾ കിങ് ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മുറിച്ച് മേടിക്കാൻ പറ്റും. കൊണ്ടുവന്നതിൽ എനിക്ക് ഈ ഒരു ടൈപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ബ്ലാക്ക് ആയ കാരണം ചിലപ്പോൾ പെട്ടെന്ന് കളറൊക്കെ ഇതായിന്ന് വരും, എന്നാലും കാണാൻ ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ. പിന്നത്തെ ഡിസൈന് ഇതാണ്. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ നേരത്തെ കാണിച്ചതിലും കുറച്ചും കൂടി സോഫ്റ്റ് മെറ്റീരിയലാണ്. ഫുൾ കോട്ടൺ ഒന്നും അല്ല കേട്ടോ.
പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ പില്ലോ കവർ അടിച്ചുണ്ടാക്കേണ്ട ഒരു മടി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് അടിക്കേണ്ടി വരും. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു ഐറ്റം എന്ന് പറയുന്നത് വെയിങ് സ്കെയിലാണ്. അപ്പോൾ ഇത് ഡിജിറ്റലിൻ്റെ വെയിങ് സ്കെയില് ഇവിടെ മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, സെയിം ഇത് തന്നെ. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വരുമ്പോൾ അത്യാവശ്യമായിട്ട് അത് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടെങ്കിൽ എന്തായാലും അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയുള്ളതാണ്. ഇത് നെസ്റ്റോന്നാണ് വാങ്ങിച്ചത്. 39 ദിറംസാണ് ഇതിൻ്റെ റേറ്റ്. ഇംബെക്സ് ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു വെയിങ് സ്കെയില്. കിച്ചൺ വെയർ ആയിട്ട് ഒന്നും ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് കാറിലേക്കുള്ള മറ്റേ ഫോൺ ഹോൾഡർ, അതൊക്കെയാണ്. അപ്പോൾ അതിൽ കൂടെ സ്പീക്കറും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കൊണ്ടുവന്നതാണ് ഈ ഒരു ക്ലോക്ക് ഇടയ്ക്കിടയ്ക്ക് കേടാവലാണ്. കുറച്ച് നാൾ നിൽക്കും ബാറ്ററി, പിന്നെ അത് പോവും. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു. കാരണം ക്ലോക്ക് ഇല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തെ കാര്യങ്ങൾ തന്നെ നീങ്ങാൻ വലിയ പ്രയാസമാണ്. എന്ന് വെച്ചാൽ ഒരു ടൈമിങ് കറക്റ്റ് ആവാണ്ടൊക്കെ. പിന്നത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നതാണ് ഈ ഒരു ജിമ്പൽ. ഇത് എനിക്കായിട്ട് കൊണ്ടുവന്നതാണ്. വ്ളോഗിങ്ങൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇത് അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ജിമ്പൽ തന്നെയാണ് കേട്ടോ. 3 ആക്സിസ് ആണ്. അപ്പോൾ ഇത് ഫോൺ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഫോൺ വെച്ച് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇതിങ്ങനെ ഫോൺ വെച്ചിട്ട് അത് മൂവ് ചെയ്യൂലേ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിത് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇത് സ്റ്റഡി ആയിട്ട് വരും. പിന്നെ ഇത് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഫോൺ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യും തോറും അത് റൊട്ടേറ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് ഇതിൻ്റെ യൂസേജ് പോലെ ചെയ്യണമെന്നുണ്ട്. അത് കാരണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്തായാലും നല്ല ഹാപ്പിയായി ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ. പിന്നെ സാധാരണ ചാർജറാണ് കേട്ടോ ഇതിൻ്റെ, നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ ചാർജർ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ചാർജർ. അപ്പോൾ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നത്തെ ഡിവൈസ് എന്ന് പറയുന്നത് ഈ കാർ ബ്ലൂടൂത്താണ്, മ്യൂസിക് റിസീവർ, ഹാൻഡ്സ് ഫ്രീ. അപ്പോൾ ഈ കാർ ബ്ലൂടൂത്ത് എന്തിനാണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കാർ സ്റ്റീരിയോയിൽ ബ്ലൂടൂത്ത് സംവിധാനം ഇല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും, ഏത് ഫോണിൽ നിന്നായാലും. പിന്നെ ചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്, ആൻഡ്രോയിഡ് ഇത് ചാർജർ വഴി അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ കൊണ്ടുവന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു സ്മൈലി. അത് നമ്മൾ കാറിൽ ഫ്രണ്ടിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ആടിയിരിക്കണ കാണുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയണത്. പിന്നെ ഇതാണ് കാറിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞ സ്പീക്കർ, കെൻവുഡിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ ആദ്യത്തേക്കാളും സൗണ്ടൊക്കെ കുറച്ച് മെച്ചത്തിൽ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ കാറിൽ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു മാഗ്നറ്റിക് ഫോൺ ഹോൾഡറാണ് പിന്നത്തെ ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിക്കണം. അതാവുമ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കാനായാലും അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കാനായാലും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. പിന്നത്തെ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഈ പോർട്ടബിൾ സ്പീക്കറാണ്, ജീപാസ് ബ്രാൻഡിൻ്റെ പോർട്ടബിൾ സ്പീക്കർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിത് എന്താണ് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. അതിൽ ബ്ലൂടൂത്ത് സൗകര്യമുണ്ട്, USB സൗകര്യമുണ്ട്. ഇതിൽ മൈക്ക് കണക്ട് ചെയ്തിട്ട് 2 മൈക്ക് കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. പിന്നെ
മറ്റേ വയർ വെച്ചിട്ടുള്ളതും അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കരോക്കെ വെച്ച് പാട്ട് പാടാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് സെലക്ട് ചെയ്തിട്ട് USB കൂടെയോ എങ്ങനെയാണെങ്കിലും സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് കൊണ്ട് നടക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് പോർട്ടബിൾ സ്പീക്കർ എന്ന് പറയുന്നത്. യാത്രയിലൊക്കെ കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി അവിടെ പാട്ട് പാടാനുള്ള സൗകര്യം സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊന്ന് ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു മൈക്കാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊന്ന് വയർ ഉള്ളത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൈക്കും. കണ്ടോ, ഇതുപോലൊരു ഹാൻഡിലുണ്ട്. അപ്പം നമുക്കത് ഉരുട്ടി കൊണ്ടുപോകാൻ സുഖമാണ്. 2 ചെറിയ ചക്രം താഴെയുണ്ട്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ ഇതിൽ ചാർജ് 6 മണിക്കൂറോളം ചാർജ് നിൽക്കൂട്ടോ ഇതിൻ്റെ. ഇപ്പോൾ കരോക്കെയൊക്കെ പാടുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ ലിറിക്സൊക്കെ നോക്കി പാടാനുള്ള സൗകര്യം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബൈ. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൂറ് പോയപ്പോഴത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെ എന്നത്തെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. കമൻസ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് അടിച്ചോട്ടാ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.